ദേശീയ നേതാക്കൾ കൊല്ലുന്ന മൃഗങ്ങൾക്ക് വേണ്ടി കരയുമ്പോൾ പ്രാദേശിക നേതാക്കൾക്ക് കൊല്ലപ്പെടുന്ന മനുഷ്യരെ നോക്കി കള്ളക്കരച്ചിൽ നടത്താനല്ലേ കഴിയൂ? നമ്മുടെ നികുതിപ്പണം കൊണ്ട് സുരക്ഷിത വലയത്തിൽ കഴിയുന്ന ഈ തമ്പ്രാക്കന്മാർ സംരക്ഷിക്കുന്ന ജന്തുസ്ഥാൻ നിയമങ്ങൾ കോടതികൾക്കും കൂച്ചുവിലങ്ങിട്ടിരിക്കുന്നു. വന്യജീവികളും തെരുവുനായകളും വിഷസർപ്പങ്ങളുമല്ല അധികാരത്തിന്റെ മകുടിയൂതുന്ന ഈ രാഷ്ട്രീയ പാമ്പാട്ടികളാണ് നമ്മുടെ സഹജീവികളെ കൊല്ലുന്നത്. മെയ് 4-നെങ്കിലും ഒരു സൂര്യൻ ഉദിക്കുമോ? തളിപ്പറമ്പ് പട്ടുവത്ത് നബീസ, ആലപ്പുഴയിൽ ഇന്ദിര, കായംകുളത്ത് സലീന, ചിറയൻകീഴിൽ 8 വയസ്സുകാരൻ ദിക്ഷൽ, തിരുവനന്തപുരം കിളിമാനൂരിൽ സുധർമ്മ, തൃശ്ശൂരിൽ 8 വയസ്സുകാരൻ ആൽജോ. പട്ടികയിൽ അടുത്തത് ആരുമാകാം. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ 658 പേർ പാമ്പുകടിയേറ്റ് മരിച്ചെന്നാണ് നാണംകെട്ട വനംവകുപ്പിന്റെ കണക്കുകൾ. ഈ നരബലി സർക്കാർ കാവലിൽ തുടരുകയാണ്. എന്നിട്ട് സൂക്ഷിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ ഒരു ഉപദേശവും. കുഞ്ഞുങ്ങളുടേതുൾപ്പെടെ കരിനീലിച്ച മൃതദേഹങ്ങൾക്ക് മുന്നിൽ നാട് അലമുറയിടുമ്പോൾ പിടികൂടിയ ആയിരക്കണക്കിന് വിഷജീവികളെ നെഞ്ചോട് ചേർത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ താലോലിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വയനാട് പയ്യമ്പള്ളി പടമല വീട്ടുപരിസരത്ത് നിന്ന് മൂർഖം പാമ്പിനെയും 25 വിഷക്കുഞ്ഞുങ്ങളെയും പിടിച്ച് സുരക്ഷിതമായി കാട്ടിലെത്തിച്ചു. കാടെന്ന് പറഞ്ഞാൽ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ഇത്തിരി മാറി എവിടെയെങ്കിലും. പലയിടങ്ങളിൽ നിന്ന് പിടികൂടിയ വിഷപ്പാമ്പുകളെ കുതിരാൻ ക്ഷേത്ര പരിസരത്ത് തുറന്നുവിട്ടെന്ന് ആരോപിച്ച് നാട്ടുകാർ വനംവകുപ്പിന്റെ വാഹനം തടഞ്ഞത് ഇക്കഴിഞ്ഞ ദിവസമാണ്. പാമ്പുകളുടെ മുട്ട പോലും ഒരു പോറൽ പോലും ഏൽക്കാതെ വിരിയിച്ച് വളർത്തുന്ന ഈ ജനദ്രോഹ വകുപ്പിന്റെ കഴിഞ്ഞ മാസത്തെ ശമ്പളം കൊടുത്തത് മുകളിൽ പറഞ്ഞ മരിച്ചവരുടെ നികുതി കൂടി ചേർത്താണ്. അടുത്ത മാസത്തെ ശമ്പളം കൊടുക്കേണ്ടത് അവരുടെ ഉറ്റവരുടെ നികുതിയിൽ നിന്നെടുത്താണ്. എത്ര നിരുത്തരവാദപരവും ആപത്കരവുമായ രാഷ്ട്രീയ ഭരണമാണിത്. 2016 മുതൽ 2025 ജനുവരി വരെ കാടിറങ്ങിയ വന്യജീവികളുടെ ആക്രമണത്തിൽ കേരളത്തിൽ കൊല്ലപ്പെട്ടത് 1128 പേരാണ്. കഴിഞ്ഞ 1.25 വർഷത്തെ കണക്ക് കൂടിയാകുമ്പോൾ ഇത് ഗണ്യമായി വർദ്ധിക്കും. ആർക്ക് പോയി? വനം വന്യജീവി സംരക്ഷണ നിയമം അടിച്ചേൽപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികളോ രാഷ്ട്രീയക്കാരോ ഉന്നത ഉദ്യോഗസ്ഥരോ ജഡ്ജിമാരോ മൃഗസ്നേഹികളോ നായ ഫാഷൻ പരേഡുകാരോ ഒന്നുമല്ല. കർഷകരും ദളിതരും ആദിവാസികളും ദരിദ്രരായ പൗരന്മാരുമാണ് കൊല്ലപ്പെടുന്നത്. സ്വയരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യരെ കൊന്നാൽ ഒഴിവുണ്ടാവും. പക്ഷെ കൊല്ലാനെത്തുന്ന മൃഗത്തെ തൊട്ടാൽ ശിക്ഷിക്കാൻ ഈ രാജ്യത്ത് കോടതിയുണ്ട്. എത്ര തവണ വന്യജീവി തെരുവുനായ ആക്രമണങ്ങൾ സുപ്രീം കോടതി വരെത്തി. വിചാരണക്കിടയിലെ ചില നിരീക്ഷണങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും മനുഷ്യർക്ക് വേണ്ടി ഒരു വിധി ഉണ്ടാവുമെന്ന്. ഇല്ല. എഴുതപ്പെട്ട കാട്ടു നിയമങ്ങളുടെ വ്യാഖ്യാനങ്ങളും അവ ലംഘിക്കപ്പെടുന്നില്ല എന്ന ഉറപ്പുമാണ് നീതി എന്ന പേരിൽ അന്തിമ വിധിയായി എഴുതപ്പെടുന്നത്. അതാകട്ടെ ഗതികെട്ട മനുഷ്യരുടെ മരണവിധിയായി പരിണമിച്ചിരിക്കുന്നു. മനുഷ്യരെ കൊന്നൊടുക്കുന്ന വന്യജീവികളെല്ലാം പരിഷ്കൃത രാജ്യങ്ങൾ വേട്ടയാടി തിന്നു തീർക്കുന്നു. തെരുവുനായ്ക്കളെ എന്നല്ല, ദേശീയ മൃഗങ്ങളെ പോലും എണ്ണത്തിലധികമായി അവർ കൊല്ലും. ഇവിടെ കാക്കത്തൊള്ളായിരം നിയമങ്ങൾ പാലിച്ച് ഒരു പന്നിയെ കൊന്ന അതിനെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് കുഴിച്ചുമൂടും. വായാടുത്തം ഒഴിച്ചാൽ ദരിദ്രരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുന്ന കണക്കുകൾക്ക് മുന്നിൽ തല കുനിച്ചു നിൽക്കുന്ന രാജ്യത്താണിത്. 25 വർഷമായി നായ്ക്കളുടെ വന്ധ്യംകരണത്തിനുള്ള ABC പദ്ധതി തുടങ്ങിയിട്ട്. കോടികൾ മുടിപ്പിച്ചതും വാക്സിൻ കമ്പനികൾ കോടാനുകോടി രൂപ കൊയ്തതും അല്ലാതെ പൗരർക്ക് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. നായ്ക്കൾ അനിയന്ത്രിതമായി പെരുകിയതിനാൽ ABC പ്രായോഗികമല്ലെന്നും പെട്ടെന്ന് കൂട്ടിലടയ്ക്കുകയോ നശിപ്പിക്കുകയോ വേണമെന്നുമാണ് വെറ്ററിനറി ഡോക്ടർമാരുടെ പ്രൊഫഷണൽ സംഘടനയായ ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ കഴിഞ്ഞ വർഷം അഭിപ്രായപ്പെട്ടത്. ആരോട് പറയാൻ? മനുഷ്യരെ കൊല്ലുന്ന വന്യജീവികളെയും തെരുവുനായകളെയും ഓർത്ത് കണ്ണീരൊഴുക്കിയിട്ട് വന്ന് ആരെയും ഉപദ്രവിക്കാത്ത വളർത്തു മൃഗങ്ങളെ അറുത്ത് കറിയാക്കി ശാപ്പെടുന്ന കാപട്യങ്ങളോടോ? 1/4 നൂറ്റാണ്ട് പിന്നിട്ട ABC എന്ന ലോക തോൽവി നിയമവും 54 വർഷമായ 1972 വന്യജീവി നിയമവുമാണ് ഈ മനുഷ്യക്കുരുതിയുടെ ആയുധം. സഹജീവികളോട് പ്രതിബദ്ധതയുള്ള, മനുഷ്യരക്തം കൊണ്ട് കവിത എഴുതുന്ന കപട മൃഗസ്നേഹികൾക്ക് മുന്നിൽ മുട്ടുവിറക്കാത്ത, പാർട്ടി ഏതായാലും ദേശീയ നേതാക്കളുടെ റാൻമൂളികളല്ലാത്ത ഒരൊറ്റ ജനപ്രതിനിധിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ശിശുക്കൾ ഉൾപ്പെടെ 10,000-ങ്ങളെ കുരുതി കൊടുത്ത ഈ വന്യജീവി സംരക്ഷണ ബലിക്കലുകൾ പണ്ടേ തച്ചുടയ്ക്കുമായിരുന്നു. അത്തരമൊരു ചരിത്ര പുരുഷൻ, സ്ത്രീ മെയ് 4-ന് ജയിച്ചിരുന്നെങ്കിൽ